വീടിന്റെ ഇന്റീരിയർ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ലെങ്കിൽ കാശ് പോകും. എന്നാൽ ഇപ്പോഴും ചില ആളുകളെങ്കിലും ഇന്റീരിയർ ഡിസൈൻ ചെയ്യാതെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നോ ഡിസൈൻ തരപ്പെടുത്തി എക്സിക്യൂഷൻ ചെയ്യും. ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രമല്ല, വീട്ടിലെ ഓരോ ഫർണിച്ചറുകൾക്കും അതിൻ്റെതായ പൊസിഷൻസ് ഉണ്ട്. ബെഡ് കോട്ട്, വാർഡ്രോബ്, സോഫ യൂണിറ്റ്, TV യൂണിറ്റ്, അങ്ങനെ തുടങ്ങി എല്ലാ ഫർണിച്ചറുകൾക്കും കൃത്യമായ സ്ഥാനമുണ്ട്. ഈ പൊസിഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യുകയും ഫൈനൽ ചെയ്യുകയും ചെയ്യുന്നത് ഇന്റീരിയർ ഡിസൈനിലാണ്. ഉദാഹരണത്തിന് വിൻഡോസ് നമ്മൾ പ്ലേസ് ചെയ്യുക വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചവും കാറ്റും ലഭിക്കുന്ന ഏരിയയിലാണ്. ഇതിൻ്റെ സൈസും തീരുമാനിക്കുന്നത് ലൈറ്റിനെയും വിൻഡിനെയും ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ TV യൂണിറ്റ് നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഇരുന്ന് കാണാൻ കഴിയണം. ആ ആംഗിളിലായിരിക്കണം TV യൂണിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ സോഫ, ഫാമിലി ലിവിങ്ങിലോ ഫോമൽ ലിവിങ്ങിലോ നമ്മളിടുന്ന സോഫയുടെ പുറകിലുള്ള വിൻഡോ ചില സമയത്ത് അടയ്ക്കാനോ തുറക്കാനോ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. വലിയ വിൻഡോസ് ആണെങ്കിൽ ആ വിൻഡോ ബ്ലോക്ക് ആവും. സോഫയിൽ ഇരുന്നുകൊണ്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയില്ല. ബെഡ്റൂമിലും സമാന പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ബേസിക് ആയ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്പേസിൻ്റെ ഇന്റീരിയർ ഡിസൈൻ ഇല്ല എന്നുള്ളതാണ്. ഇന്റീരിയർ ഡിസൈൻ ചെയ്യാതെയാണ് നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ നഷ്ടം നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചറിൻ്റെ പൊസിഷൻസ് ഫൈൻഡ് ചെയ്യാനോ ഫൈനൽ ചെയ്യാനോ നിങ്ങൾക്ക് കഴിയില്ല. ഇന്റീരിയർ ഡിസൈൻ ചെയ്യാതെ എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് നിങ്ങളുടെ വീടിന് ചേരാത്ത ഡിസൈൻ അയക്കാം. ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടാത്ത ഡിസൈൻ അയക്കാം. നമ്മുടെ നാട്ടിൽ കോണ്ടംപററി, കൊളോണിയൽ, ട്രഡീഷണൽ അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സ്റ്റീരിയർ ഡിസൈനുകളുണ്ട്. നിങ്ങളുടെ വീട് ഏത് പാറ്റേണിലാണോ കംപ്ലീറ്റ് ചെയ്തത് ആ ഒരു സ്റ്റൈൽ നമുക്ക് ഇന്റീരിയറിൽ കൊണ്ടുവരണം. നിങ്ങൾ മറ്റെവിടുന്നെങ്കിലും ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത്, സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഡിസൈൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനോട് മാച്ച് ആവാത്ത ഇന്റീരിയർ ഡിസൈനുകളായി മാറും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇന്റീരിയറിനോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വീടിനോട് ചേരാത്ത ഇന്റീരിയറിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇന്റീരിയർ ഡിസൈൻ ചെയ്യാതെയാണ് നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു നഷ്ടമാണ് കിച്ചൺ ഇന്റീരിയർ. അതുപോലെ കിച്ചണിലെ MEP. കിച്ചണിലെ ഓരോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും അതിൻ്റെതായ പൊസിഷൻസ് ഉണ്ട്. ഈ പൊസിഷൻസിനനുസരിച്ചാണ് ഇലക്ട്രിക്കൽ പോയിന്റുകൾ നമ്മൾ നിശ്ചയിക്കുക. ഇതൊന്നും കൃത്യമായി ഫൈൻഡ് ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രിക്കൽ വർക്കുകളിൽ ഡെമോളിഷിങ്ങും അഡീഷണൽ വർക്കുകളൊക്കെ വന്നേക്കാം. അതുപോലെ ഹെഡ് ക്യാബിൻസിൻ്റെ ഉയരം, കിച്ചൺ ക്യാബിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, എന്തിന് ലൈറ്റ് പോലും കളറ് പോലും കിച്ചണിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത നഷ്ടം എന്ന് പറയുന്നത് മെറ്റീരിയൽ സെലക്ഷൻ. ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത നഷ്ടം എന്ന് പറയുന്നത് മെറ്റീരിയൽ സെലക്ഷൻ ആണ്. മാർക്കറ്റിൽ ഒരുപാട് ബോർഡ്സ് അവൈലബിൾ ആണ്. WPC ബോർഡ്സ്, പ്ലൈവുഡ്സ്, മൾട്ടിവുഡ്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ബോർഡുകൾ മറ്റു മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. 900 രൂപക്ക് കിട്ടുന്ന പ്ലൈവുഡുകളുണ്ട്, 9000 രൂപക്ക് കിട്ടുന്ന പ്ലൈവുഡുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ഇന്റീരിയർ ഡിസൈൻ ഇല്ലെങ്കിൽ മെറ്റീരിയൽ സെലക്ഷന് നിങ്ങൾ ബുദ്ധിമുട്ടായേക്കാം.